കാർഡിയോളജി ചികിത്സാ രംഗത്തും ഹൃദയ ശസ്ത്രക്രിയ രംഗത്തും ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അത്തരം നൂതനമായ ഒരു ചികിത്സാ രീതിയാണ് ടാവി അഥവാ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ. രോഗി കേന്ദ്രിതമായ സമീപനം കൊണ്ടും സർജിക്കൽ റിസ്ക് ഗണ്യമായി കുറച്ചുകൊണ്ടും രോഗികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു കാഴ്ചപ്പാടാണ് ടാവി. ടാവിയെ പറ്റി കൂടുതൽ സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രാജഗിരി ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുരേഷ് ഡേവിസ് ആണ്. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. ഹലോ ഡോക്ടർ, എന്താണ് ടാവി? എങ്ങനെയാണത് സാധാരണമായ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് സർജറിയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? നമ്മൾ സാധാരണ അയോർട്ടിക് വാൽവ് മാറ്റുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശസ്ത്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം എല്ല് പൊളിച്ച് ഹാർട്ട് പുറത്തേക്ക് എടുത്ത് അതിന് കാർഡിയോ പൾമണറി ബൈപ്പാസ് പമ്പിലേക്ക് മാറ്റി ആ വാൾവ് മാറ്റുന്നതിനെയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. ടാവി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടെ കാലിലെ നാളങ്ങളുടെ കടന്നു വന്ന് ഒരു വാൾവ് നമ്മൾ സ്റ്റെൻഡ് ഇടുന്ന പോലെ ഇംപ്ലാന്റ് ചെയ്യുന്നതിനാണ് ടാവി എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു മേജർ ഓപ്പറേഷൻ നമുക്ക് ടാവിയിൽ ആവശ്യമില്ല. നമുക്കൊരു ജനറൽ അനസ്തേഷ്യ ആവശ്യമില്ല, ഒരു ശസ്ത്രക്രിയ പോലെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പണ്ട് തീർന്ന കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറിനെ സിമ്പിളായി ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ടാവി അല്ലെങ്കിൽ ടാവർ, ട്രാൻസ് കത്തറ്റിക് അയോർട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ് കത്തറ്റിക് അയോർട്ടിക് വാൾ റീപ്ലേസ്മെന്റ് എന്ന രീതിയിൽ പറയുക. സർ, നിലവിൽ എത്ര തരം ടാവി വാൽവുകളാണ് ഉള്ളത്? 2 ടൈപ്പ് ടാവി വാൾസ് ഉണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ സെൽഫ് എക്സ്പാൻഡിങ് വാൾസ്, അത് തന്നെത്താനെ പയ്യെ റിലീസ് ചെയ്യുന്ന വാൾവ്. മറ്റൊന്ന് എന്താണ്, ബലൂൺ എക്സ്പാൻഡ്. ഒരു നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ബലൂൺ ചെയ്യുന്ന പോലെ ഒരു ബലൂൺ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന വാൾവ്. ഇത് 2 വാൾവ് ഇവിടെ തന്നെയുണ്ട്. ഇത് നമുക്ക് തന്നെത്താനെ പയ്യെ എക്സ്പാൻഡ് ചെയ്ത് റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറ്റാൻ തിരിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിന് നല്ലോണം ഏരിയ നൽകാൻ സാധിക്കും. അതുകൊണ്ടാണ് സെൽഫ് എക്സ്പാൻഡിങ്ങിൻ്റെ ഗുണം. ഈ കാണുന്നതാണ് ഒരു ബലൂൺ എക്സ്പാൻഡബിൾ വാൾവ് എന്ന് വെച്ചാൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പേസ് മേക്കറിൻ്റെ അളവ് കുറയ്ക്കും. സെൽഫ് എക്സ്പാൻഡിങ്ങിൽ നമുക്ക് പേസ് മേക്കറിൻ്റെ എണ്ണം കൂടും. ഇത് അധികം താഴത്തേക്ക് സ്കേർട്ടില്ലാത്തതുകൊണ്ടും എന്താ ഗുണമെന്ന് വെച്ചാൽ അത് പേസ് മേക്കറിൻ്റെ എണ്ണം കുറയ്ക്കും. മാത്രമല്ല, ഞാൻ പറയില്ല, ഒരു വാൾവിൻ്റെ അകത്ത് 3 ലീഫ്ലെറ്റ്സ്, ഒരു 3 ഡോർ എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഉണ്ടാവുക അയോർട്ടിക് വാൾവ്. ചില വ്യക്തികൾ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അയോർട്ടിക് വാൾവ് അസുഖമുള്ള വ്യക്തികളുടെ ഒരു 40% വ്യക്തികൾക്കും 2 വാൾവുണ്ട്. 2 ലീഫ്ലെറ്റ് ഞാൻ മനസ്സിലായില്ല. ഈ 2 ലീഫ്ലെറ്റുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കാൽസിഫൈഡ് ആയിരിക്കും വാൾവ്. അപ്പോൾ ഈ വാൾവുകൾക്ക് നല്ല എക്സ്പാൻഷൻ കിട്ടണം. നല്ല എന്താ പറയുക, സ്ട്രെങ്ത് ഉള്ള വാൾവുകൾ വേണം അത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബലൂൺ എക്സ്പാൻഡബിൾ വാൾവാണ് ആ കണ്ടീഷനിൽ കൂടുതൽ ഫേവറബിൾ. അപ്പോൾ ഓരോ പേഷ്യൻറ്റിനും നമ്മൾ സ്യൂട്ടബിളായ വാൾവുകൾ ഈ 2 തരം സെൽഫ് എക്സ്പാൻഡിങ്ങും ബലൂൺ എക്സ്പാൻഡിങ് വാൾവും നമുക്ക് അവൈലബിൾ ആണ്. സർ, എല്ലാ പേഷ്യൻസിലും ഈ ഒരു പ്രൊസീജിയർ പോസിബിൾ അല്ല. അപ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസിലാണ്, എങ്ങനെയുള്ള രോഗികളിലാണ് ഈ ഒരു സർജറി പൊതുവെ ചെയ്യാറുള്ളത്? നമ്മുടെ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്കാണ് നമ്മൾ ടാവി വാൾവ്സ് ഒക്കെ പറയുന്നത്. കാരണം ടാവി വാൾവ് എന്ന് വെച്ചാൽ ഒരു ബയോ പ്രോസ്തെറ്റിക് വാൾവാണ്. നമ്മുടെ വാൾവ് 2 രീതിയിലുണ്ട്. ഒരു മെക്കാനിക്കൽ വാൾവുണ്ട്, ഒരു ബയോ പ്രോസ്തെറ്റിക് വാൾവുണ്ട്. മെക്കാനിക്സ് ഇരുമ്പിൻ്റെ ഉള്ള വാൾവാണ്. അപ്പോൾ ഇതിന് വളരെയധികം ഡ്യൂറേഷൻ ഈട് നിൽക്കും. പക്ഷെ അതിൻ്റെതായ സൈഡ് എഫക്റ്റിലുണ്ട്. കാരണം ബ്ലഡ് തിന്നേഴ്സ് എല്ലാം കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ വാൾ ചോക്കാവും, അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ നമുക്ക് ചിലപ്പോൾ സ്ട്രോക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. ബയോപ്രോസ്തെറ്റിക് വാൾ അത് കുറവാണ്. സോ ബയോപ്രോസ്തെറ്റിക് ആയതുകൊണ്ട് തന്നെ ഈട് നിൽക്കൽ കുറവാണ്. ഒരു 10-15 കൊല്ലം മാത്രം നിൽക്കുള്ളൂ. അപ്പോൾ ടാവി വാൾവുകൾ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും ഈ വാൾവിൻ്റെ അകത്തിന് വേറൊരു ടാവി വാൾവ് ഇടേണ്ട ആവശ്യം നമുക്ക് വരാറുണ്ട്. അപ്പോൾ പ്രായമുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മളൊരു 65 വയസ്സിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ 80 വയസ്സ് നമുക്ക് വേറൊരു വാൾവ് ഇടാം. ആ സമയത്ത് ഒരു 45 വയസ്സ് വ്യക്തി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വാൾവ് ഇട്ട് കഴിഞ്ഞാൽ 60 വയസ്സ് പിന്നെയും ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമല്ല 60 പിന്നെ 85 വേറെ, അങ്ങനെ 2-3 വാൾവ് ഇടാന്ന് വെച്ചാൽ റിസ്ക് കൂടും. അപ്പോൾ ഒരു 65 വയസ്സിന് മുകളിലുള്ള വ്യക്തിയെ മാത്രമേ ഞങ്ങൾ ടാവി വാൾവ് ചിന്തിക്കാറേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ. സർ, ഈ ടാവി പ്രൊസീജിയർ ചെയ്യുമ്പോൾ സാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് എന്തായാലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഒരു രോഗി നിർബന്ധമായും ചെയ്യേണ്ടതുള്ളത്? സാധാരണ കുറച്ച് ബ്ലഡ് ടെസ്റ്റ്, നമ്മൾ ഹീമോഗ്ലോബിൻ ലെവൽ നോക്കണം. ചില എന്തെങ്കിലും ബ്ലഡ് കുറവുണ്ടോ എന്ന് അറിയണം. എന്തെങ്കിലും ബ്ലീഡിങ് ടെൻഡൻസീസ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ കിഡ്നി ക്രിയാറ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിഡ്നിയുടെ പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ കൂടുതൽ കാണിക്കുന്ന നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് വേണം ചെയ്യാൻ. ഒരു എക്കോ ടെസ്റ്റ് വഴിയാണ് നമ്മൾ അയോർട്ടിക് വാൾ സ്റ്റിനോസ് അല്ലെങ്കിൽ ഏത് അയോർട്ടിക് വാളിൻ്റെ ഏത് വാൾവിൻ്റെയും അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട പ്രിലിമിനറി ടെസ്റ്റാണ് ഒരു എക്കോ കാർഡിയോഗ്രാം. അപ്പോൾ അതുവഴി നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു CT ആൻജിയോഗ്രാം ചെയ്യും. ഈ CT ആൻജിയോഗ്രാമിലാണ് നമുക്ക് കറക്റ്റ് ആ വാൾവിൻ്റെ എല്ലാ കോൺഫിഗറേഷനും മനസ്സിലാവുക. ഏതാണ് ആ വാൾവിൻ്റെ അനുലസ് എന്ന് പറയുന്നത്, റിങ്ങിൻ്റെ ഏരിയ, അതിൻ്റെ ഡയമീറ്റർ. നമ്മളൊരു വാൾവ് വെച്ചാൽ
അത് എങ്ങനെ ഇരിക്കുന്നവരെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ വാൾവും കൊറോണറിയും നമ്മുടെ ഹാർട്ടിൻ്റെ ഹൃദയരക്തനാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ സ്യൂട്ടബിലിറ്റി ഓഫ് വാൾവ് നമുക്ക് മനസ്സിലാക്കാനും ഏത് വാൾവാണ് കൂടുതൽ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാനും ഒരു CT ആൻജിയോഗ്രാമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ. സർ, ഞാനപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ ഈ ഒരു സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സർജറി ചെയ്താലും രോഗികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ TAVI പ്രൊസീജിയറിന് ശേഷവും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു രോഗി ശ്രദ്ധിക്കേണ്ടത്? TAVI പ്രൊസീജിയർ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു ആൻജിയോപ്ലാസ്റ്റി പോലെ ചെയ്യുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഇതിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് അധികം കെയർ ആവശ്യമില്ല, റിസ്കുകൾ കുറവാണ്. കാരണം നമുക്ക് വൂണ്ട് ഹീലിംഗ് അങ്ങനെ പ്രശ്നങ്ങളില്ല, ജനറൽ അനസ്തേഷ്യയുടെ പ്രശ്നങ്ങളില്ല. ഒരു ദിവസം നമ്മൾ ഒബ്സർവേഷൻ വെക്കും ICUയിൽ, ഒരു ദിവസം വേണ്ടി നമ്മൾ റൂമിലേക്ക് വിടും. പല സ്ഥലങ്ങളിലും 24 മണിക്കൂർ ഡിസ്ചാർജ്, ഇപ്പോൾ പശ്ചാത്തലങ്ങളൊക്കെ പലപ്പോൾ 24 മണിക്കൂർ വരെ TAVI വാൾവ് ഡിസ്ചാർജ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ ഒരു ദിവസം ICU കെയർ, നെക്സ്റ്റ് റൂം, അത് കഴിഞ്ഞ് ഡിസ്ചാർജ്. അത് കഴിഞ്ഞ് സാധാരണ പോലെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് നമ്മുടെ ആൾക്കാർ മുന്നോട്ട് വന്ന് നമുക്ക് ഫുള്ളി ആക്റ്റീവ് ആവാൻ സാധിക്കും. അതാണ് ഈ TAVI വാൾവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. TAVI എന്ന പ്രൊസീജിയറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്